വള നല്ല കുട്ടിവ ഉണ്ടാക്കരേണ്ട ചോച്ചി അമ്മ ഞങ്ങൾ പ്രിയമുള്ളവരെ, ഞങ്ങളാരെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പറയാം. പ്രതികരണശേഷിയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ, ദുരിതങ്ങളുടെ കഥ പറയുന്നവർ, അവഗണനയുടെ കഥ പറയുന്നവർ, അഴിമതി മാത്രം കണ്ടവർ. ഞങ്ങൾക്ക് കൊടിക്കൂറകളില്ല, പ്രത്യേകിച്ച് നിറങ്ങളില്ല. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ഞങ്ങൾ അറിഞ്ഞതോ അനുഭവിച്ചതോ ആവാം. ഒരുപക്ഷേ നിങ്ങളുടെ തന്നെ കഥയുമാവാം. ഞങ്ങളും നിങ്ങളും എന്ന നൂൽപാലത്തെ മാറ്റി നിർത്തി ഞങ്ങൾ ആരംഭിക്കട്ടെ. തണ്ടനും മുണ്ടനും ചാവാത്ത കിണ്ടനും ഒക്കെ പറയണത് കേട്ടോ. മപ്പനും ചപ്പനും ചേലൊത്ത ചിങ്കനും ഒക്കെ പറയണത് കേട്ടോ.
കൊയിലോത്തെ കള്ളനും തള്ളയും പിള്ളയും ഒക്കെ പറയണത് കേട്ടോ. എന്തോ പറയന്റെ മോനെ, കിളി 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 പറയുമ്പോൾ കളി പറയാതെ മാമലകൾക്കപ്പുറത്ത് മലം കുറത്തി പറയുമ്പോൾ പറയന്റെ മോനെ. പറയാം ഞാൻ അക്കഥ ഇക്കഥ മുക്കഥ നാക്കഥ. വലിയ വർണ്ണനയൊന്നും വേണ്ട, കാര്യം പറഞ്ഞാ മതി. ഒന്ന് ചൂടാവാതെ പറയുന്നത് അങ്ങ് കേട്ടാ മതി. പണ്ടു പണ്ടൊരു നാട്ടിലല്ല, കേട്ടുമടുത്തൊരു കാട്ടിലുമല്ല, ഈ കഥ ഈ മണ്ണിൽ ഇപ്പോഴും എപ്പോഴും. എന്റെ ആശാനെ വലിച്ച് നീട്ടാവേ. നിങ്ങൾ കേൾക്കുന്നില്ലേ? ആ രാവറിയാതെ പകലറിയാതെ കയ്യും മെയ്യും മറന്ന് അധ്വാനിച്ചിട്ട് നമുക്ക് കിട്ടിയത്. തിരുവായ്മൊഴിക്ക് മറുമൊഴിയോ സോദര? മറുമൊഴി ചൊന്നാൽ ചെറുനാക്ക് പോലും. നിർത്തിൻ, ഇത് പഴയ കഥയാ. പുതിയത് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. ചേടാ, ഇവനെ കൊണ്ട് തോറ്റു. എടാ തോക്കിക്കയറി ഉണ്ട വിഴുങ്ങാതെ. കഥ തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ നമ്മുടെ കഷ്ടപ്പാട് ആരോട് ചൊല്ലും? നമുക്കൊരു രക്ഷകൻ ഉണ്ടായിരുന്നെങ്കിൽ. വമ്പനാനയുടെ കൊമ്പ് പറിക്കുന്ന രക്ഷക, ഞങ്ങളെ രക്ഷിക്കണം. വേനലും മഞ്ഞും മഴയും മറന്ന് കാടിനോടും കാറ്റിനോടും മല്ലിടുന്ന ഞങ്ങളുടെ വയറ് കണ്ടോ? കുന്നിൻ മുകളിലെ മുട്ടൻ കിണറ്റിനേക്കാളും ആഴമാ ഞങ്ങളുടെ കിടാങ്ങളുടെ കണ്ണുകൾക്ക്. ഞങ്ങളുടെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച 7 നിലക്കോട്ടയിലെ പെരുമ്പാമ്പുണ്ടല്ലോ, അതിന് ഞങ്ങളുടെ ജനിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും ഞങ്ങൾ തീരെഴുതി കൊടുത്തു. എന്നിട്ടും ഞങ്ങളുടെ നടു ഒടിഞ്ഞു, ഞങ്ങളുടെ മുത ഒടിഞ്ഞു. എന്താണ് ഒരു പോംവഴി? ഞങ്ങളെ രക്ഷിക്കണം. കണ്ടോന്റെ മണം കാർന്നിരുന്ന കള്ളനാം പെരുമ്പാമ്പിന്റെ കഥ കഴിക്കാൻ ഞാനിതാ പുറപ്പെടുകയായി.
മടങ്ങിക്കൊള്ളി. ശത്രുവിന്റെ ചോരയും കൊണ്ടേ ഞാൻ വരൂ. നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീർന്നു. നമ്മുടെ ഗ്രാമം രക്ഷപ്പെടും. കൊല്ലാൻ പോയോ ശത്രുവിന് കുടയും പിടിച്ച് കുമ്മിയടിക്കുന്നു. ഉള്ളതിൽ പാതി അവരും കൊണ്ടുപോയി. ഇനി നമ്മളെ ആരാ കാക്കുക? എന്റെ മോളുടെ കല്യാണം നമ്മുടെ പൈതങ്ങൾ സഹിക്കല്ലാണ്ട് എന്താ ചെയ്യുക? പെരുമ്പാമ്പിനെ പിടിക്കാൻ പോയ നീർക്കോലിയും പെരുമ്പാമ്പായി എന്നിട്ട് കിടന്ന് മൂങ്ങ. നിങ്ങൾ ആരാ? ഏഴുകടലും കിടന്ന് പെരുമ്പാമ്പിന്റെ തോലിരിച്ച് പലരും ഒപ്പിച്ച മല്ലൻ. ഞങ്ങളെ കാക്കുമോ? ഏതൊരു പാമ്പ് എന്റെ മുമ്പിൽ വേണം ഞാനൂല. നമ്മളെ പറ്റിക്കോ? ഇല്ലെന്നാ തോന്നുന്നു. കള്ളന്റെ ലക്ഷണം. പതുക്കെ. ഏതായാലും നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം. വരുന്നത് വരട്ടെ. ഞങ്ങളുടെ കയ്യിൽ ഇത്രേ ഉള്ളൂ. ശത്രുവിനെ കൊന്നാൽ അടുത്തോട് എന്ത് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചു. ഞങ്ങളെ രക്ഷിക്കണം. എല്ലാറ്റിനും വഴി ഞാൻ ഉണ്ടാക്കാം. നാളെ പൂങ്കോഴി കൂടി നേരം വെളുക്കുമ്പോഴേക്കും ശത്രുവിന്റെ ചോര ഈ മണ്ണിനെ ചുവപ്പാക്കും. എല്ലാവരും നമ്മളെ പറ്റിച്ചു. ഇനിയും നോക്കി നിന്നാൽ നമ്മളെ കൂടി അവർ വിഴുങ്ങും. പറയീൻ, നിങ്ങൾ തയ്യാറാണോ? നമുക്കൊരുമിച്ച് തോളോട് തോൾ ചേർന്ന് ശത്രുക്കളെ നേരിടാം. നമുക്കതിനുള്ള കെൽപ്പുണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട, മനസമാധാനത്തോടെ മരിക്കെങ്കിലും ചെയ്യാമല്ലോ. ശരിയാണ് കൂട്ടരെ, നമുക്കൊന്നിച്ചവരെ നേരിടാം. നിങ്ങൾ തയ്യാറാണോ? കൊയിലോട്ടെ തമ്പ്രാന്റെ കുടലുമാന്താൻ ഒന്നാം തരം പൂങ്കോഴി ഒന്ന്. ഡയലോഗ് തെറ്റിച്ചിരുന്നെങ്കിൽ നിന്റെ കോടലി അങ്ങനെ മാന്തിയാനെ. ഒന്ന് വിക്കിയല്ലേ ഉള്ളൂ. കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്ന് പറ. അല്ലേലും കൊമ്മന് നാലാളെ കാണും. ഇക്കൽപ്പ് കൂടുതലാ. വിക്കൽ എനിക്ക് മാത്രമൊന്നുമല്ല. അതൊന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കും. ആ, കഴിഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ച് ക്യാമ്പിൽ വെച്ച് വിലയിരുത്താം. അതാ അതിന്റെ ശരി.
മധുവേട്ടാ, ഞാൻ ഇതുവഴി പോവാം. സേതു, ഗീതയ്ക്ക് കാശ് കൊടുക്കും. തോമ, നീ വരുന്നില്ലടാ? അല്ലെങ്കിൽ ഞാനും പോയേക്കാം. അപ്പം വരുന്നതിന് മുമ്പ് വീട്ടിലെത്താമല്ലോ. അടുത്ത പരിപാടി അറിയിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. മേലെ മാടത്തിലെ കിട്ടുണ്ടൻ തമ്പൂരാന് എമ്പുകൂടം പോലൊരു വയറ്, താഴെ മാടത്തിലെ മണ്ടൻ പുലയലുക്ക് ചൊട്ടാ ചൊട്ടിയൊരു വയറ്. വമ്പനാനയുടെ കൊമ്പ് പറിക്കണ നായരെ, ചായ ഒന്ന്. ആചാര്യത്തിരി നാടകമോഡിലാണല്ലോ. സത്യം പറയാമല്ലോ, പരിപാടി കളിക്കണം. അവര് പറയുന്നതാണ് പരമാർത്ഥം. നമ്മളെ എല്ലാവരും പറ്റിക്കുക. അവര് കൊഴുപ്പുകാരാണെന്നാ തോന്നുന്നത്. ഈ കളി എത്ര പന്തിയല്ലേ. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? നേതാവിന്റെ ഒക്കെ യഥാർത്ഥ മുഖം പുറത്തു വരുമെന്ന് പറയായിരുന്നു. തെരുവുനാണമായിരിക്കും. എടോ, കൊഞ്ചം തുള്ളിയാൽ മുട്ടോളം, പിന്നെ തുള്ളിയാൽ ചട്ടിയില്. പൊതുവെ നാം പ്രതീക്ഷിച്ചതിലും നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടിയത്. ഏതായാലും ആശയ്ക്ക് വകയുണ്ട്. ആശയ്ക്ക് മാത്രമല്ല, ശാപ്പാടിനും. ഇവിടെ കുറെ അലവലാദികളുണ്ട്. അവന്മാര് തക്ക നോക്കിയിരിക്കുക നമുക്കിട്ട് പാര വെക്കാൻ. പാരയുമായി നടക്കുന്നതേ ഇവിടുത്തെ ചവർ രാഷ്ട്രീയക്കാരാ. അവന്മാരെ സൂക്ഷിക്കേണ്ടത്. നമ്മളെ കുഴപ്പക്കാരാക്കി തീർക്കുകയാണ് അവരുടെ ഉദ്ദേശം. അതിന് നമ്മൾ എന്ത് കുഴപ്പമുണ്ടാക്കാൻ പോകുന്നത്? രഞ്ജിത്തെ, സത്യം പറയുന്നതാ ഇവിടെ തോക്കെടുക്കുന്നതിലും വലിയ കുറ്റം. അങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ പറ്റൂ. ലോകത്ത് രണ്ടു വർഗമേ ഉള്ളൂ. ഒന്ന് ഭരിക്കുന്നവരും മറ്റേത് ഭരിക്കപ്പെടുന്നവരും. ഇതിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? അതാണ് പ്രശ്നം. അങ്ങനെ പറഞ്ഞാൽ സംഗതി വഴി. ഈ ജനങ്ങൾക്ക് വിവരം വെക്കാന്ന് പറഞ്ഞാൽ അല്പം കടുപ്പമാ. അങ്ങനെ എല്ലാവരും കരുതിയിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താവുമായിരുന്നേന്? ഈ മാറ്റം എന്നൊക്കെ പറയുന്നത് സാവധാനം നടക്കേണ്ട കാര്യമാണ്. അത് നടക്കണമെങ്കിൽ സ്വല്പം ബുദ്ധിമുട്ടൊക്കെ സഹിച്ചേ പറ്റൂ. എന്ന് കരുതി നമ്മളാരെയും കയ്യേറ്റം ചെയ്യാനൊന്നും പോണില്ല. ആ ഏലിയാസേ, കണക്കുകളൊക്കെ ശരിയാക്കിയല്ലോ. ബാക്കിയെല്ലാം നാളെ ആവാം. മധു, ഞങ്ങൾ ഇറങ്ങുന്നു. മധു, ഞാനിന്ന് നിന്റെ കൂടെയാ. എന്തു പറ്റി? കനാലിന്റെ ബിസിനസ് തട്ടിയെടുത്തതിൽ കറിയാച്ചനെ സമ്മതിച്ചിരിക്കുന്നു. ലക്ഷങ്ങളല്ലേ മറിച്ചത്. അതിൽ കറിയാച്ചനല്ല അഭിനന്ദിക്കേണ്ടത്, ശ്രീമതിയാ. അറിയാച്ചോ, ഇവന്റെ പോക്കത്ര ശരിയല്ല, സൂക്ഷിക്കണം. ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു. നീ എന്ത് വിചാരിച്ചിറങ്ങിയിരിക്കുക? നിന്നോടാ ചോദിച്ചേ. ഓ, എനിക്കറിയത്തില്ല. പിന്നെ ആർക്കാണ് അറിയാ? അമ്മ ഇപ്പൊ എവിടെയാണെന്ന് അച്ഛനറിയാമോ? അത് നീ നോക്കേണ്ട കാര്യമില്ല. ഓ, കനാലിന്റെ ബില്ല് മാറാൻ എഞ്ചിനീയറുടെ കിടപ്പറയിലായിരിക്കും അല്ലേ?
നീയൊക്കെ എന്റെ വഴി വരും. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. എപ്പോ നോക്കിയാലും പണം പണം എന്നൊരു ചിന്തയുള്ളൂ. അതിന് തക്കൊരമ്മയും. സാരമില്ല ഏലിയസ്, എല്ലാം നേരെയാവും. സംതൃപ്ത കുടുംബം ഒരു സ്വപ്നം മാത്രമായിരിക്കുന്നു. ഒരു വശത്ത് പണത്തിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നവർ, മറുവശത്ത് ദാരിദ്ര്യത്തിലൂടെയും. എന്റെ ബന്ധങ്ങൾ എപ്രകാരമുള്ളതായിരുന്നു? ഉണ്ണിയുടെ തത്വശാസ്ത്ര ശരിയെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഈ ദൈവങ്ങൾക്കൊന്നും ഒരു ശക്തിയില്ല. ഇപ്പോ ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ടായി. ഹായ്, ഇവിടെ ഇരിക്കാൻ എന്തൊരു രസമാ. ഇതെല്ലാം ആരുടേതാണെന്ന് അറിയാമോ? വല്യമ്പ്രാന്റെയാ. ഒക്കെ വെറുതെ ഇട്ടിരിക്ക. കുട്ടി, ഈ ഭൂമി വിശക്കുന്നവരുടേതാണ്, ഒപ്പം വിയർക്കുന്നവരുടെയും. എന്താ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല, ഞാനൊരു കവിത മൂളിയതാ. അല്ലേലും ഈ മധുവേട്ടൻ എപ്പോഴും കവിതയാ. മധുവേട്ടൻ അറിഞ്ഞോ? 25 ഉലുവ. 2-3 ദിവസം നാടകമെന്നും പറഞ്ഞ് തലകുത്തി പറഞ്ഞിട്ട് കിട്ടിയതാ 25 ഉലുവ. എടി, നീ ഒരു നേരം മനസ്സ് വെച്ചാ കിട്ടും 50-100. ഇതിനിവിടെ ആള് ക്യൂവാ. നീ എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? നിന്റെ ഈ തടിമെടുക്കൊക്കെ അങ്ങനെയുള്ള കാശുണ്ടാക്കിയതാ. ഇപ്പൊ എന്നെ ഒരു നായിന്റെ മക്കൾക്കും വേണ്ട. എന്നാ നിന്നോട് അങ്ങനെയല്ല. ഓ, ഒരു ശീലാവതി വന്നിരിക്കുന്നു. എടി, നീ നിന്റെ അപ്പുറത്തോളം വരും. 4 ദിവസം പട്ടിണി കിടക്കട്ടെ. പോയിനട നായിക്കലെ. മധുവേട്ട, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ജീവിക്കണമെന്ന് തന്നെ തോന്നുന്നില്ല. ആശ്വസിപ്പിക്കാൻ ഞാൻ ആരുമല്ല. സാന്ത്വനത്തിന്റെ ബാലപാഠം ഞാൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നെ ആ നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കാമോ?
ഞാൻ എന്ത് വേണേലും തരാം, എന്നെ തന്നെയും. കാര്യങ്ങളൊക്കെ കൊള്ളാം. നാട് നന്നാവണം, കൂടെ നമ്മുടെ ജീവിതവും നോക്കണം. ഞാനേ ബാധ്യതയുള്ളവനാ. കെട്ടിച്ചയക്കാൻ 2 പെങ്ങന്മാരുണ്ട് വീട്ടില്. അതിപ്പോ അതിന് നമ്മളാരെയും കൊല്ലാനും പിടിച്ചുപറിക്കാനും പോണില്ലല്ലോ. കിട്ടുന്ന സമയത്ത് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അത്രേ ഉള്ളൂ. ഇവിടെ ഓരോരുത്തന്മാര് വന്ന് പറയുന്ന കേട്ടാ നെഞ്ചു പോയി. അതുകൊണ്ട് പറയുക. അല്ല, നാട്ടുകാരുടെ വായ മൂടിക്കെട്ടാ നമ്മളെ കൊണ്ട് പറ്റുമോ? അല്ല, സഹാക്കൾ എല്ലാരും ഉണ്ടല്ലോ, ഇന്നെന്താ ചവിട്ടാടൊന്നുമില്ലേ? ആട്ടെ, നേതാവിന് ഇപ്പൊ എന്താ വേണ്ടത്? ഒരു പാക്കറ്റ് സിഗരറ്റ്. ആട്ടപ്പിരി കൊണ്ട് വല്ലതൊക്കെ സമ്പാദിക്കുന്നുണ്ടാവും. ഏതായാലും നേതാവിന്റെ അത്രയും വരില്ല. അതെനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ പയ്യനെ. അപ്പൊ കാര്യങ്ങൾ അറിയാനുള്ള വിവരമുണ്ട്. അല്പം അധികവും. നീയൊക്കെ എവിടം വരെ തുള്ളുമെന്ന് എനിക്കറിയാം. എന്നാ ഞാൻ വരട്ടെ. ഓ, എന്നാൽ അങ്ങനെ ആവട്ടെ. സംസാരം കേട്ടാ ഒന്ന് വെച്ചു കൊടുക്കാൻ തോന്നും. ഗീതയ്ക്ക് എന്നെ കുറിച്ച് എന്തറിയാം? എനിക്കാരെയും രക്ഷിക്കാനാവില്ല ഗീത. ആവുമായിരുന്നെങ്കിൽ എന്റെ വൃദ്ധനായ അച്ഛനും കുഞ്ഞു പെങ്ങളും ജീവനോടെ ഇരുന്നേനെ. ഞാൻ ഒന്നു മാത്രം ചെയ്താൽ മതിയായിരുന്നു. ചേതനയില്ലാത്ത വിഗ്രഹത്തിന് മുമ്പിൽ നെയ്ത്തിരി കത്തിച്ചു വെച്ച് മന്ത്രോച്ചാരണം നടത്തുക മാത്രം. എനിക്കതിന് കഴിഞ്ഞില്ല. മനസാക്ഷിയെ കീറിമുറിക്കാൻ എനിക്കാവുമായിരുന്നില്ല. എനിക്കാരെയും രക്ഷപ്പെടുത്താനാവില്ല, എന്നെ തന്നെയും. നിങ്ങളൊരു മനുഷ്യനല്ല, ജീവിച്ചിരിക്കുന്ന പ്രേതമാണ്. നിങ്ങളൊരു മനുഷ്യനല്ല, ജീവിച്ചിരിക്കുന്ന പ്രേതമാണ്. ഞങ്ങൾ മധു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്നിട്ട് എന്തായി? തീരുമാനമൊന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് അല്പസമയം കൂടി വേണം. നഷ്ടപ്പെടാൻ വല്ലതും ഉണ്ടെങ്കിലല്ലേ ഭയപ്പെടേണ്ടതുള്ളൂ. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയാവാം. എന്നാൽ അതുപോലെ അല്ലല്ലോ മറ്റുള്ളവർ, പ്രത്യേകിച്ച് ഏലിയാസ്, തൊമ്മൻ തുടങ്ങിയവർ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഏലിയാസ്. അവനിത് ഇടത്താവളമാണ്. എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ അവനും അച്ഛന്റെ മകനാവും. ഏതായാലും എനിക്കൊരു അഭിപ്രായമുണ്ട്. നമ്മുടെ സാംസ്കാരിക സംഘടന അതായി തന്നെ നിൽക്കട്ടെ. തൽക്കാലം അതിനെ മറ്റൊന്നിനെ കൊണ്ടും ബന്ധപ്പെടുത്തണ്ട.
സേതു പറയുന്നതാണ് ശരി. മധു, നമ്മുടെ സംഘം അത് ഈ ഗ്രാമത്തിന്റെ സന്തതിയാണ്. അതിനെ നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ആട്ടെ, അടുത്ത പരിപാടി എന്താണ്? 1-2 പുതിയ പരിപാടികൾ കൂടി ഉൾപ്പെടുത്തണം. ഞങ്ങൾക്ക് 1-2 ദിവസത്തെ ജോലി കൂടിയുണ്ട്. അത് കഴിഞ്ഞ് എല്ലാരെയും വിളിച്ച് ഒരു തീരുമാനമെടുക്കാം. ഞാൻ എന്തിനെ കുറിച്ചാണ് എഴുതേണ്ടത്? അക്ഷരമറിയാത്ത ഗ്രാമത്തിന്റെ ആത്മാവിനെ കുറിച്ചോ? സത്യവും മിഥ്യയും തിരിച്ചറിയാനാവാത്ത നിഴലുകളെ കുറിച്ചോ? എത്ര മുഖങ്ങൾ, മനസ്സുകൾ. അവരാരാണ്? സ്മാരകമില്ലാതെ പോയ ഒരു രക്തസാക്ഷിയായിരുന്നു എന്റെ അച്ഛൻ. എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ അച്ഛന്റെ ആത്മധൈര്യം എന്റെ അമ്മയ്ക്കും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ പെങ്ങന്മാരെ പോറ്റാൻ ഒരു കാര്യം എനിക്ക് അധികമാണ്. എനിക്ക് ചുമ്മാ ഇരിക്കാൻ വയ്യ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഏത് വേഷം കിട്ടിയാലും ഞാൻ അഭിനയിക്കും. നോക്കിക്കോ, എന്നേലും ഞാൻ സിനിമയിൽ കയറും. ഞാൻ എന്റെ തന്തയെ കുത്തും. എന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. സേതുമാധവൻ എം.എ. എന്റെ തൂമ്പാപ്പടയിൽ ഞാനത് വെണ്ടയ്ക്കാശ്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സേതുമാധവൻ എം.എ. ഇപ്പൊ എനിക്ക് എല്ലാത്തിനോടും വെറുപ്പാ. എല്ലാം പൊളിയിട്ടതാണ് നമ്മുടെ രക്തം പോലും. മുഖ്യമന്ത്രി ഇതാ വരുന്നേ, നാടിന്റെ പുന്നാരണ്ണൻ ഇതാ വരുന്നേ, ഈ നാടിൻ പാവങ്ങളുടെ ചേലത്ത് മുഖ്യമന്ത്രി ഇതാ വരുന്നേ, നാടിന്റെ പുന്നാരണ്ണൻ ഇതാ വരുന്നേ, ഈ നാടിൻ പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ ദാരിദ്ര്യം മാറ്റാൻ ചേലത്ത് മുഖ്യമന്ത്രി ഇതാ വരുന്നേ. അവരെ കണ്ടില്ലല്ലോ. അല്ല, കുഞ്ഞെന്താ ഈ വഴിക്ക്? ഗീത റിഹേഴ്സലിൽ വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. ആഹാ, അപ്പൊ കുഞ്ഞു ആ കമ്പനിയിലുണ്ടോ? ഞാൻ അവളെ വിടാതിരിക്കുകയായിരുന്നു. എന്തു പറ്റി? ഈ 4-5 ദിവസം നാടകമൊന്നും പറഞ്ഞ് പോയേച്ചു വരുമ്പോ 10-25 കാണും. അതുകൊണ്ട് എങ്ങനെയാ കുഞ്ഞെ കുടുംബം കഴിയുക? എനിക്കാണെങ്കിൽ വയസ്സും പ്രായവും ഒക്കെ ആയി. അല്ല, അത് കുഞ്ഞിനെ അറിയാലോ. പറയുമ്പോ വിഷമം തോന്നരുത്. ദിവസം 25 കൊടുക്കാതെ ഞാൻ അവളെ വിടുകയല്ല. പണത്തിന്റെ കാര്യല്ലേ, അത് ഞാൻ ശരിയാക്കാം. കുഞ്ഞു പറഞ്ഞതുകൊണ്ട് ഞാൻ വിടുക. ഏത് കാട്ട് വേണമെങ്കിലും കൊണ്ടുവരും. തിരികെ വരുമ്പോ കണക്ക് തെറ്റരുത്. എടി ഒരുമ്പതോളെ ചെല്ല്. എന്തുവാ ചെയ്തേ? ഓ, ഒന്നുമില്ല, സാമ്പത്തികം. എന്നിട്ട് ഒരു 25 രൂപ കൊടുക്കാവുന്ന ഏറ്റു. അത് വേണ്ടായിരുന്നു. എന്ന് വെച്ച കാര്യം നടക്കണ്ടേ? അത് പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എനിക്കൊരു ഐഡിയ. നമുക്കൊരു ഇന്റർവ്യൂ സറ്റയറായി നടത്തിയാലോ? അത് കൊള്ളാം. നമ്മുടെ കൂട്ടത്തിൽ അനുഭവസ്ഥനമുണ്ടല്ലോ.
മാധവൻ നായർ MA. May I come in, sir? Yes. Coming? Coming. Oh, MA first rank holder. Yes, sir. എങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ആരംഭിക്കാം. മിസ്റ്റർ സേതു, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകണം. ഓക്കെ? യെസ് സർ. ചോദ്യം 1. ഭൂമിയുടെ അച്ചുതണ്ട് എവിടെയാണ്? സർ, അറിയില്ല അല്ലേ? എങ്കിൽ പറയാം, ഭൂമിയുടെ മധ്യഭാഗത്താണ്. ചോദ്യം 2. ഭൂമി ഉരുണ്ടതോ അതോ പരന്നതോ? ഉരുണ്ടത്. തെറ്റ്. പണ്ടുരുണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോ തേഞ്ഞ് തേഞ്ഞ് കോഴിമുട്ട പോലെ നീണ്ടിരിക്കുക. ഒട്ടുചണ്ട. വരൻ 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 നാട്ടാരെ വരൻ വരൻ ലേലം വിളിയാണ്. വരൻ നിർത്തേൻ. പ്യൂൺ 1ക്ക് 25,000 രൂപ. പ്യൂൺ 1ക്ക് 25,000 രൂപ. ആർക്ക് വേണം വിളിക്കാം, നോക്കി നിൽക്കാതെ വിളിക്കണം. 30,000 രൂപ. 30,000 രൂപ. 40,000 രൂപ. 40,000 രൂപ. പ്യൂൺ വെറും ഒരു പ്യൂൺ 40,000 രൂപ. 45,000 രൂപ. വെറും ഒരു പ്യൂണിന് 45,000 രൂപ. 50,000 രൂപ. പ്യൂൺ 1ക്ക് 50 വിട്ടുകൊടുക്കത്തില്ല. 50,000 രൂപ. 75,000 രൂപ. 75,000 രൂപ. അവിടെ പ്യൂൺ 1ക്ക് 75,000 രൂപ. എന്റെ അയ്യോ, 75,000 രൂപ അവിടെ പ്യൂണ്. 75,000 രൂപ. 75,000 രൂപ. 1,00,000 രൂപ. അയ്യോ, 1,00,000 രൂപ. കൊട്ടെ 1,00,000 രൂപ. പ്യൂൺ 1ക്ക് 1,00,000 രൂപ. എന്റെ അയ്യോ, ലക്ഷം. 1,00,000 രൂപ പ്യൂൺ 1ക്ക്. ആർക്ക് വേണം വിളിക്കാം. 1,00,000 രൂപ ഒരു തരം. ശ്രീധരൻ 2 വാങ്ങാം. 1 കൊടുത്താൽ ശ്രീധരൻ 2 വാങ്ങാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ലേലം ഉറപ്പിക്കാൻ പോവാണ്. ഉറപ്പിക്കാൻ പോവുകയാണ്. 1,00,000 രൂപ ഒരു തരം. 1,00,000 രൂപ 2 തരം. 1,00,000 രൂപ 2 തരം. ഉറപ്പിക്കാൻ പോവുകയാണ്. 1,00,000 രൂപ 3 തരം. ആദ്യമൊക്കെ അല്പം ആശ്വാസം കിട്ടിയിരുന്നത് നാടകത്തിൽ വരുമ്പോഴായിരുന്നു. എന്നാൽ ഇപ്പോ എനിക്ക് നാടകം മടുത്തു മധുവേട്ടാ. ഇന്ന് എനിക്ക് ആവശ്യം ഒരു ജീവിതമാണ്. മധുവേട്ടന് അത് തരാൻ പറ്റുമോ? ഓരോ രാത്രിയും പുലരുമ്പോഴും അടുത്ത രാത്രിയെക്കുറിച്ചുള്ള ഭയമാണ് എനിക്ക്. വിലപേശൽ, മർദ്ദനം, കൈനിറയെ വാഗ്ദാനങ്ങൾ. ഇതിനിടയിൽ എനിക്ക് ഈ അവസ്ഥയിൽ മധുവേട്ടന്റെ അനുജത്തിയായിരുന്നെങ്കിൽ. ഗീതേ, നാടകമുണ്ടെങ്കിൽ രസമാ. സമയം പോകുന്നത് അറിയില്ല. അടുത്ത ആഴ്ച ഇനിയും പരിപാടി കാണുന്നേ. ഞാൻ എന്റെ അപ്പനെ കൊണ്ട് തോറ്റു. ഒന്നും പറഞ്ഞാൽ തലേ കയറത്തില്ല. എങ്ങനെയൊക്കെയാ ചാടിപ്പോരുന്നറിയാമോ? എന്റെ അപ്പനും പിന്നെ ഞാൻ എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല. നമ്മുടെ അപ്പന്മാരൊക്കെ എന്താ ഇങ്ങനെ? കാര്യങ്ങൾ മധു വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല.
ഇപ്പോഴെന്തേ അങ്ങനെ തോന്നാൻ? ഒരു ചുവന്ന കഴുത്ത് പോലും ഇവിടെ പ്രശ്നമുണ്ടാകും. ഷാജിക്ക് എന്താ ഭയമുണ്ടോ? ഭയമോ? എനിക്കോ? അതല്ല മധു. പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. സേതുവിന്റെ അഭിപ്രായവും ഇത് തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ വിചാരിച്ചാൽ പിന്നെ എങ്ങനെ? മാറ്റമുണ്ടാവുന്നതായിരിക്കും. എല്ലാം ഒറ്റയടിക്ക് തിരുത്തപ്പെടുമെന്ന് മധുവിന് തോന്നുന്നുണ്ടോ? സ്വപ്നങ്ങൾ കാണാൻ എളുപ്പമാണ്, പക്ഷേ അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ അല്പസമയമെടുക്കും. അപ്പോ നിങ്ങളെ പ്രതീക്ഷിക്കേണ്ടെന്ന് ചുരുക്കം. ഇപ്പോ തൽക്കാലം കഴിയില്ല. അപ്പോ സംഘത്തിന്റെ അടുത്ത നീക്കം പ്രതികരിക്കുക. ഈ നാടിന്റെ പ്രശ്നങ്ങളോട് മദ്യത്തിനെതിരായി ഒരു പ്രചരണം നടത്തണം. മത നേതാക്കളും നമ്മളോട് കാണും. അതൊക്കെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. നീ മധുവിന്റെ അടുക്ക് പോയിരുന്നോ? ഉവ്വ്. അവൻ ഇപ്പോഴും വൈഫും കൂടിയൊക്കെ ഒറ്റയ്ക്കാണോ? അതെ. ഓ, വല്ലാത്തൊരു കുട്ടി തന്നെ. ഞാൻ എത്ര നിർബന്ധിച്ചതാ ഇവിടെ വന്ന് നിൽക്കാൻ. ആ, അവനൊരു പ്രത്യേക തരക്കാരനാ. ആ അമ്മേ, ഞങ്ങൾ നാളെ മുതൽ ഒരു മദ്യവിരുദ്ധ പ്രചരണം ആരംഭിക്കാൻ പോവാ. അമ്മ വരുന്നോ? ഇപ്പൊ ഏതായാലും ഇല്ല, പക്ഷെ അത് അത്യാവശ്യ. മുക്കിന് മുക്കിന് കള്ളവാറ്റാ. നാട്ടിൽ കൂടി നടക്കാൻ പറ്റാണ്ടായിട്ടുണ്ട്. അപ്പോ അമ്മയും ഞങ്ങളുടെ കൂടെ കാണും. എന്താ സംശയം? അപ്പോൾ ഏലിയസ് നീക്കാൻ പറ്റില്ലെന്നാണോ? മറ്റൊന്നുമല്ല, ഈ ഏരിയ മുഴുവൻ പിടിച്ചിരിക്കുന്ന എന്റെ അപ്പനാ. തന്നെയുമല്ല, എല്ലാ കള്ളവാറ്റിന്റെയും പിന്നിൽ അങ്ങേരാ. ആ സ്ഥിതിക്ക് എങ്കിൽ വേണ്ട. മറ്റുള്ളവർക്ക് ആർക്കും സമ്മതക്കുറവൊന്നുമില്ലല്ലോ. മദ്യമുണ്ടാക്കരുത്, കുടിക്കരുത്, വിൽക്കരുത്. കൊള്ളാം കൊള്ളാം കൊള്ളാം. എടാ തൊമ്മ, നിന്റെ അപ്പന്റെ ഓർത്തൊന്ന് ഒട്ടിക്കണം. എല്ലാ കുടിയന്മാരും കാണും. പതുക്കെ, അങ്ങനെ അപ്പുറത്തെ ഷാപ്പിൽ കാണും. എല്ലാ മദ്യഷാപ്പും അടച്ചു പൂട്ടുക. മദ്യം ആരോഗ്യം നശിപ്പിക്കും. മദ്യം സാമൂഹ്യ വിപത്ത്. മദ്യം നിങ്ങളെയും കുടുംബത്തെയും നശിപ്പിക്കും. മദ്യം ഉണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത്. മദ്യം ഉണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത്. മദ്യം വിഷമാണ്. അവന്മാർക്ക് എന്തിന്റെ അസുഖാ? രണ്ട് കിട്ടാത്തതിന്റെ കുഴപ്പമാ. കൊടുക്കാനും കൂടി അല്ലേ അവര് തലവെട്ടുന്ന പാർട്ടിയെന്നാ നേതാവ് പറഞ്ഞത്. എങ്കിൽ സൂക്ഷിക്കണം. പറഞ്ഞതുപോലെ ചെയ്യുന്നവരാ. അച്ഛൻ ഓമാനോട് പോവാൻ പറ. അച്ഛന് നിർബന്ധമാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. 1-2 വാറ്റ് കേന്ദ്രങ്ങൾ റെഡി ചെയ്യിക്കാം. ക്രെഡിറ്റ് അച്ഛൻ ഇരിക്കട്ടെ. എന്നാൽ അങ്ങനെ ആവട്ടെ. നാശങ്ങള് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പ്രശ്നം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. മർദ്ദനമേറ്റവർ സാധാരണക്കാരാണ്. അവർക്കിതിൽ വലിയ പങ്കില്ല. ഇതിന് പിറകിലുള്ള കൈകളാണ് നശിക്കേണ്ടത്. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവർക്ക് സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാമല്ലോ. പിടിക്കപ്പെട്ടവരെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട്. അവർ നാളെ തന്നെ പഴയ ജോലി തുടരും. നമുക്കൊന്നേ ചെയ്യാൻ കഴിയൂ. മദ്യം ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക, അത്രമാത്രം. മയക്കുമരുന്നിലൂടെ സാമ്രാജ്യങ്ങൾ കീഴടക്കാൻ ശ്രമിച്ചവരെ പറ്റി കേട്ടിട്ടില്ലേ? ഇതതിന്റെ സന്തതിയാണ്. ചൂഷണത്തിനുള്ള വേഗം കൂടിയ മാർഗം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. നമുക്ക് പോലീസിൽ പരാതിപ്പെട്ടാലോ? അച്ഛനാവശ്യത്തിനുള്ള സ്വാധീനമുണ്ടല്ലോ. മധുവിന് മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏയ്,
എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. ശരി. മധുവേട്ടാ, മധുവേട്ടാ. ഗീതയോ? എന്താണ് ഈ വഴിക്ക്? ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഓ, ഒന്നും അത്ര സാരമുള്ളതല്ല. സ്റ്റൗവിൽ വെള്ളം വെച്ചിരുന്ന് സ്വപ്നം കാണുകയായിരുന്നോ? ഗീത ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടാ? എന്താ പേടിയുണ്ടോ? എന്നെ കുറിച്ചല്ല. എന്നെ ചിലപ്പോൾ തേവിടിശെന്ന് വിളിക്കുമായിരിക്കും. ഇപ്പൊ എല്ലാരും വിളിക്കുന്നത് തേവിടിശിയുടെ മോളെന്നാ. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? മധുവേട്ടൻ ആരെയാണ് ഭയപ്പെടുന്നത്? എന്നെ തന്നെ. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒന്ന് കാണണമെന്ന് തോന്നിയതുകൊണ്ട് വന്നതാ. ഞാൻ ഇറങ്ങട്ടെ. വാത്തമാ കുള്ളത്തി നീയോ വാത്തമാ ഉച്ച പെണ്ണിന്റെ കൊഴക്കരയില് എല്ലാവരും പോയി നോക്ക്. ചെല്ല്.
ഇത് എത്രാമത്തെ ശവം ഇക്കൊല്ലം പൊന്നണത്? ഈ കുട്ടികൾക്കൊക്കെ എന്ത് പറ്റി? ഈ മരണങ്ങൾ ഒന്നും തന്നെ ആത്മഹത്യയല്ല. ഇതിന് പിറകിലുള്ളത് ആരാണെന്ന് നാട്ടുകാർക്ക് അറിയാം. എന്നിട്ടും അവർ മൗനം പാലിക്കുന്നതിന്റെ കാരണമാണ് എനിക്കറിയാത്തത്. ജീവനിൽ കൊതിയുള്ളതുകൊണ്ട്. ഒരു വേട്ടപ്പെട്ടിയുടെ കാർക്കശ്യമാണ് അയാൾക്ക്. പിശാചിന്റെ സന്തതി അവസാനം അടുത്തുന്നാ തോന്നുന്നത്. നിരാശത്താൽ സ്വന്തം കഴുത്തെടുത്ത് പുഴയിൽ ചാടി മരിച്ചതാണെന്നും അല്ലാതെ ഇതൊരു കൊലപാതകമല്ലെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നേതാവും ഒരിക്കൽ പൊങ്ങും, സൂക്ഷിച്ച. രാവിലെ തമാശ പറയണം. ഒരു ചായ. എന്താ എല്ലാവരും നമ്മളെ തന്നെ സൂക്ഷിച്ചു നോക്കിയേ? നീ അത് കണ്ടോ? എന്തോന്ന്? പോസ്റ്റർ. അതിലെന്താ? കുന്തം. നീ അത് വായിച്ചോ? ഇല്ല. എടാ പോത്തെ, അതിന് നക്സലൈറ്റുകൾ ഒട്ടിച്ചതാ. നക്സലൈറ്റോ? എന്റെ ഈശോ, അതിനെന്തിനാ നാട്ടുകാർ നമ്മളെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത്? എടാ ഇപ്പൊ നമ്മളും അതാണ് നാട്ടുകാർ പറയുന്നത്. ഈ നക്സൽ ബാരി എന്ന് പറഞ്ഞ കൊള്ളക്കാരാണോ? ആരാ പറഞ്ഞത്? അപ്പൊ പിന്നെ അവരെന്തിനാ എല്ലാരും പേടിക്കുന്നേ? അവര് സത്യം പറയുന്നുണ്ട്. ആട്ടെ, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ഒന്നുമില്ല, വെറുതെ ചോദിച്ചു മാത്രം. മധു പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. ജനങ്ങളുടെ പിന്തുണ ലഭിക്കാതെ ഒരു രാഷ്ട്രീയത്തിനും ഇവിടെ ഏറെ നാൾ പിടിച്ചു നിൽക്കാനാവില്ല. ഒരു സാംസ്കാരിക അടിത്തറയാണ് ആദ്യം വേണ്ടത്. കയ്യൂ കൊണ്ടെല്ലാം പിടിച്ചടക്കിയെന്ന് തന്നെ കരുതുക. എത്ര കാലം പിടിച്ചു നിൽക്കാനാവും? പ്രത്യേകിച്ചും തമ്മിത്തല്ലി തലകീർന്ന നമ്മുടെ ജനങ്ങൾക്കിടയിൽ.
ചെയ്യുന്ന പ്രവൃത്തിയുടെ തീക്ഷ്ണത അറിയാത്തവരാണ് നമ്മുടെ കൂടെയുള്ളവരധികവും. ഇന്ന് ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ എത്ര കുടുംബങ്ങൾ പ്രശ്നമുണ്ടാക്കുമെന്ന് മധുവിനറിയാമോ? ഒന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഷാജി. പാർട്ടിയുടെ തീരുമാനങ്ങളിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാനാവില്ല. വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ പട്ടിക തയ്യാറാക്കി കാത്തിരിക്കുന്നവനാണ് ഞാൻ. പക്ഷേ നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചാൽ എന്നോട് ക്ഷമിക്കില്ലേ ഷാജി? മധുവിന്റെ സംസാരത്തിൽ നിന്നും എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഇനി വല്ല ആക്ഷനും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നമ്മുടെ പരിപാടികൾക്ക് അങ്ങ് ഉപേക്ഷിച്ചാലോ? അത് കൂടുതൽ കുഴപ്പം ചെയ്യും. നമ്മൾ പെട്ടെന്നെല്ലാം നിർത്തിക്കഴിഞ്ഞ് വല്ലതും സംഭവിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? തൽക്കാലം പരിപാടികൾ മുറ പോലെ നടക്കട്ടെ. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും സൂക്ഷിക്കണം. നമ്മുടെ ജോസിനെയും തൊമ്മനെയും മറ്റും മാറ്റി നിർത്തിയാലോ? അവർ കാരണം അന്വേഷിച്ചാൽ നമ്മളെന്ത് പറയും? കുരുത്തം കേട്ടവനെ, ഇന്നൊരു നാടകം ഞാൻ നിർത്തും. ഇനി നീ വീടിന് വെടി ഇറങ്ങിയപ്പോ നിന്റെ കാലിന്റെ മുട്ടി ഞാൻ തല്ലി പിടിക്കും. അവന്റെ ഒരു നാടകം കളി. ആഹാ, നീ പോടാ, പോടാ നീ, പോടാ നീ, മിണ്ടാടാ, കൊന്നളിന. ആഹാ, ഇനി 5 ദിവസങ്ങൾ മാത്രം. വരാനിരിക്കുന്ന ഓരോ രാത്രിയും എനിക്ക് എന്നെക്കുറിച്ച് ഓർക്കാനുള്ളതല്ല. അല്ലെങ്കിലും എനിക്ക് എന്നെക്കുറിച്ച് എന്തറിയാം? പിന്നെ ഞാൻ ആരെക്കുറിച്ചാണ് ഓർക്കേണ്ടത്? നിഷ്കളങ്കനായ തൊമ്മനെ കുറിച്ചോ? കാലില്ലാത്ത രഞ്ജിത്തിനെ കുറിച്ചോ? ഇവർക്കെല്ലാം ഉപരി സ്വന്തം ജീവൻ പോലും പ്രസ്ഥാനത്തിന് കൊടുക്കാൻ മടിക്കാത്ത എന്റെ സഹപ്രവർത്തകരെ കുറിച്ചോ? ഒരു വിളിച്ചെടുക്ക. അല്ല, നീയൊക്കെ അടുത്ത് പൊങ്ങുന്ന് കേട്ടല്ലോടാ. അങ്ങനെ പൊങ്ങുന്നെങ്കിൽ നിന്നെ പൊക്കിയതിനു ശേഷമേ കാണൂ. ഈ 1.5 കാലം വെച്ചോ? എനിക്ക് 2 കാലം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ നാവ് ഞാൻ ചവിട്ടി പറിച്ചാനേടാ. നീയൊക്കെ എന്റെ മുമ്പ് വരും. എന്റെ പട്ടി വരും. നമുക്ക് കാണാം. കാണാം. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാ? സത്യം പറയുമ്പോൾ എല്ലാവരും പൂമാരായിട്ട് സ്വീകരിക്കുമെന്നാണ് കരുതിയത്. എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞാണല്ലോ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന്. ആ തൊമ്മന്റെ കാര്യ കഷ്ടം. പോത്തിനെ തല്ലുപോലല്ലേ തല്ലിയത്. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് എനിക്കറിയില്ല കൂട്ടരെ. എന്റെ ലക്ഷ്യം നന്മ മാത്രമായിരുന്നു. മധു, നീ ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. എന്തായാലും എന്നോട് പറഞ്ഞുകൂടെ? ഇപ്പോഴൊന്നും തന്നെ എനിക്ക് പറയാനാവില്ല ഷാജി. മധുവിനെ കുറിച്ച് എല്ലാവർക്കും സംശയമായി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴെനിക്ക് തന്നെയും. ഷാജി, എനിക്ക് അല്പം ഒറ്റയ്ക്കിരിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നാളെ കാണാം. രഞ്ജിതേ, നമ്മുടെ മധു വിഴിയാൻ വന്നോ? ഇല്ല, ഇതുവഴി വന്നിട്ടില്ല.
റൂമിൽ തിരക്കില്ലേ? റൂം പൂട്ടിയിട്ടിരിക്കാണ്. പിന്നെ എവിടെ പോയി? വിവരം പറയാൻ പുറത്തൊന്നും പോകാനില്ല. ഏതായാലും ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരാം. പോവാ. ഇതിലെന്തോ ചതിയുണ്ട്. ഷാജി അറിയാതെ മധു ഒന്നും പോയില്ല. എന്നാൽ അങ്ങനെ തന്നെ വെച്ചോ, എനിക്ക് പറയാൻ മനസ്സില്ല. നിങ്ങൾ എന്തിനാണ് പരസ്പരം ചെളിവാരി എറിയുന്നത്? മധു പോയെങ്കിൽ പോകട്ടെ, നിങ്ങൾക്കെന്താ? ഞങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല, നാട്ടുകാർക്ക് പറയാനായി. കഴിഞ്ഞു. മേല പരിപാടിക്കെന്നും പറഞ്ഞ് എന്നെ വിളിക്കാൻ വന്നിരുന്നത് മനസ്സിലായോ? നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഇപ്പോഴൊരു വഴിയും ചെത്തിയിട്ടിപ്പോ എന്തായി അറിഞ്ഞോ? തെരുവുനാടകത്തിന്റെ നേതാവ് മുങ്ങി. ഇടയം നഷ്ടപ്പെട്ട കുഞ്ഞാടുകൾക്ക് ഇനി ആരുണ്ടോ? ഇവനാ കൂടെയുള്ള ഇപ്പോഴെങ്കിലും ആർക്കെങ്കിലും തോന്നിയല്ലേ കൊല്ലം. തലയൊക്കെ വെട്ടി മാറ്റി ഏതായാലും ധൈര്യമുള്ള ഒരാള് കയറി വന്ന് പറഞ്ഞു അത് ചെയ്തല്ലോ. കൊറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അനുഭവിക്കാനൊത്തോ ഇല്ല. ഇതാണ് അതങ്ങനെയാണ്. എന്ത് പറ്റി ഷാജി? ആകെ കുഴപ്പമായി. നീ കാര്യം പറ. ശേഖരൻ നേരെ കൊന്നു. ആര്? ജനങ്ങൾക്ക് നമ്മളെ സംശയം. എല്ലാം തകർന്നല്ലോ അമ്മേ. ഏതായാലും സൂക്ഷിക്കണം. ഞാൻ മറ്റുള്ളവരെ കൂടി വിവരം ഒന്ന് അറിയിക്കട്ടെ. എടാ തമ്മ, പറ്റിച്ചടാ. എന്തോന്നാ? മുതലാളിയെ കൊന്നു. അയ്യോ, നമ്മളെയും പോലീസുകാർ പിടിക്കുമെന്നാ നാട്ടുകാർ പറയുന്നത്. എന്റെ ഈശോ മിശിഹായ്, ഞാൻ എന്താ ചെയ്യാ? പുറത്തിറങ്ങരുത്. ശബ്ദം കേട്ടാ പൊളിച്ചോണം. കിട്ടിയ നമ്മൾ സൂപ്പാക്കും. ഞാൻ നാട് പിടിക്ക. എനിക്ക് അവന്മാരെ തന്നെ സംശയം. അവരുടെ തലവൻ മുങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. മറ്റുള്ളവർ കിട്ടേണ്ട കിട്ടിയാൽ താനെ പുറത്തു വരും. നിനക്ക് പേടിയുണ്ടോ? ഇല്ല. പിന്നെന്താ കാര്യം? അമ്മ. എന്റെ കാര്യം പോട്ടെ, നീ അത് ചെയ്തില്ലല്ലോ എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. പക്ഷെ കുറ്റം ചെയ്യാതെ ചെന്നായ ഒടുങ്ങി. ഒരു കണക്കിന് നന്നായി. ഇനി പെമ്പിള്ളേർക്ക് ധൈര്യമായിട്ട് വഴി കിടക്കാറില്ല. ചെയ്തവര് ചുണയുള്ളവരാ. പോലീസ് ഓടി നടക്കല്ലേ, 2 ദിവസം എല്ലാത്തിനും പിടിക്കുമെന്നാ പറഞ്ഞു കേട്ടത്. എന്നാലും അവന്മാരുടെ ധൈര്യം.
സേതുവും പിടിക്കപ്പെട്ടു. ഇനി അടുത്ത് എന്റെ ഊഴമാണ്. വണ്ടി കേടാ നായനവനെ. മക്കളെ ഉണ്ടാക്കിയ പറയാളെ വളർത്താനും പഠിക്കണം. ഞാൻ എന്റെ മോനെ പോറ്റേണ്ടത് പോലെ പോറ്റിയത്. കൊണ്ടുപോയിക്കണം നായ്ക്കളെ. ഇന്നാ കൊണ്ടുപോയി തല്ലിക്കൊന്ന് തിന്ന്. ഉള്ളപ്പട്ടിക്ക് ഇത്ര ശൗര്യോ? ഓടി രക്ഷപ്പെടാന്ന് കരുതിയല്ലടാ പട്ടി. പിന്നെ ഞാൻ ഞങ്ങളല്ലേ ഇത്. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഞാൻ കറിയാച്ചനാ. എന്റെ മോൻ ഏലിയാസ് ആ കൂട്ടത്തിലുണ്ട്. അവനെ വിട്ടേക്കണം. പ്രശ്നം വല്ലതുകൊണ്ട് ഞാൻ തീർത്തോളാം. ശരി. ഉടനെ എത്തുമല്ലോ.
അവളെ കൊന്നേക്കരുതേ അമ്മാമാരെ. നാളെ എനിക്ക് അവളെ കൊണ്ട് ജീവിക്കാനുള്ളത്. അവളെ ഒരു പാതിവൃത്യം. അമ്മേ അമ്മേ എന്നെ ഒരു ജീവനോടെ വിട്ടോടാ. അവരിനിയും വരും അമ്മേ. മോനെ സേതു, ഇനി അവനെ ഉപദ്രവിക്കല്ലേ. എന്റെ മോൻ പാവമാണ്. അവനെവിടാന്ന് പറ. ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് അവനെ വേണം. അവൻ ആ മുറിയിലുണ്ട്. ഇത്തിരി മുമ്പ് ഞാൻ അവന്റെ കരച്ചിൽ കേട്ടതാ. ഇപ്പൊ വിളിക്കണ്ടേ മോനെ? അവൻ ഇത്തിരി കൂടി ഉറങ്ങിക്കോട്ടെ, എന്നിട്ട് കൊണ്ടുപോയിക്കോ. ഇനി അവൻ ഉപദ്രവിക്കല്ലേ മോനെ. മോനെ ഞാൻ കാല് പിടിക്കാം, അല്പനേരം കൂടി. ഏറെ നാളത്തെ പീഡനത്തിന് ശേഷം ഞാനിവിടെ വീണ്ടും എത്തിയിരിക്കുന്നു. നൊമ്പരപ്പെടുത്തുന്ന എന്റെ ഓർമ്മകൾ തേടി, എന്തിനെന്നറിയാതെ. അമ്മേ 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 ആരാ? മോനോ?
കേസ് വെറുതെ വിട്ടെന്നറിഞ്ഞു. പക്ഷെ എന്റെ മോൻ അവൻ ഇനി വരില്ല, അല്ലേ മോനെ? എനിക്കറിയാം, അവൻ ഇനി വരില്ല. ഇല്ലമ്മേ, അവൻ വരും. സാരമില്ല മോനെ. എനിക്കൊട്ടും വിഷമില്ല. മോൻ കഞ്ഞി കുടിക്ക്. അവന് താഴെ ഒന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഞാൻ ഇങ്ങനെ തന്നെ വളർത്തിയേനെ. മോനെ, നീ ഇനി ഇവിടെ നിൽക്കണ്ട, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. നിന്റെ മനസ്സിന്റെ നന്മ നഷ്ടപ്പെടാതിരുന്നാൽ മാത്രം മതി. അവന് താഴെ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഞാൻ ഇങ്ങനെ തന്നെ വളർത്തിയേനെ. മേലെ മാടത്തിലെ കിട്ടുണ്ണൻ തമ്പൂരാന് ചെമ്പുകൂടം പോലോ താഴെ മാടത്തിലെ മണ്ടൻ പുലയനുക്ക് ചുട്ടിയൊരു വയറ് താതയ്യം 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 തകതയ്യം താതയ്യം 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 തകതയ്യം. എല്ലാവരുടെയും സംശയം തീർക്കാൻ മധുവേട്ടനുണ്ട്. അപ്പോ മധുവേട്ടന്റെ സംശയം തീർക്കാനോ? മധു, എനിക്കെന്റെ അമ്മയെ വയറു നിറയെ കൂട്ടണം. പുത്തൻ കസവ് കൊണ്ട് നേര് തൊടിപ്പിച്ച് അമ്പലത്തിൽ തൊഴാൻ കൊണ്ടുപോകണം. മധു, നമ്മുടെ ഭാവനയിലുള്ള പോലെ എന്നെങ്കിലും ഒരിക്കൽ ഈ ലോകം മാറും. നീയല്ലേടാ എന്റെ കുഞ്ഞിനെ കൊന്നത്? നീയല്ലേടാ എന്റെ കുഞ്ഞിനെ കൊന്നത്?
അതെ, നീ തന്നെ എന്റെ കുഞ്ഞിനെ കൊന്നു. നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. എടോ എടോ, നിന്നെ 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 കൊല്ലും. നിന്നെ ഇന്ന് കൊല്ലും. മധു എപ്പോ വന്നു? സുഖം തന്നെയല്ലേ? എനിക്കൊരല്പം തിടുക്കമുണ്ട്. ഇന്ന് ജില്ലാ കമ്മിറ്റി ഉള്ളതാ. മധു ഇവിടെ തന്നെ കാണുമല്ലോ. നമുക്ക് പിന്നീട് കാണാം. ഇനി ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് കരുതി. പക്ഷെ ഇവിടെ ഇങ്ങനെ ഗീതയെങ്കിലും ഇല്ല മധുവേട്ട, ആർക്കും ഇനി എന്നെ രക്ഷപ്പെടുത്താനാവില്ല. ഇപ്പൊ എനിക്ക് സ്വപ്നങ്ങളില്ല, ജീവിതവുമില്ല. ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. വിശുദ്ധി നഷ്ടപ്പെട്ട എന്റെ ശരീരത്തിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. അവരിൽ ഒരാളെ ചെയ്യാൻ മധുവിന് കഴിയുമോ?